ഹലോ, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളൊരു പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാനിൻ്റെ മുകളിൽ സ്പാനിടാണ്. കണ്ടോ, ഈ കറക്റ്റ് സ്പാനിൻ്റെ മുകളിൽ സ്പാന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യമാണ്. കാരണം ഈ കറക്റ്റ് ഷീറ്റ് ഈ സ്പാനിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ സ്പാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ലെവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് താത്തി വെക്കണം. ഇഞ്ച് താത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പാൻ കയറ്റാവും. അപ്പോഴേ നമ്മൾ വാട്ടർ ലെവൽ റെഡി ആവുള്ളൂ. അപ്പോൾ എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഷീറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ മറ്റേ സൈഡിൽ ഒരു കമ്പിൻ്റെ ഒരു കമ്പിൻ്റെ പീസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ തട്ടും ഈ തട്ടും കറക്റ്റായിരിക്കും, വാട്ടർ ലെവൽ റെഡി ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ ജാക്കി വെച്ചില്ലേ, റണ്ണർ വെച്ച് ബോട്ടം വെച്ച് ഇങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പടികൾ എടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് റിസ്ക്കുകളില്ല. പെട്ടെന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതൊന്നും നടക്കുക. അത് രണ്ടാളാണ് സ്പാൻ പൊന്തിക്കുന്നത്. കണ്ടോ, അതാണ് ആ കളി കളിക്കുന്നത്. രണ്ടാളാണ് സ്പാൻ പൊന്തിക്കുന്നത്. രണ്ടാൾ സ്പാൻ പൊന്തിക്കുക, ബാക്കിയുള്ള ഓരോരുത്തർ അപ്പുറത്ത് ലെവലിൽ ചെയ്ത് ഷീറ്റിട്ട് അങ്ങനെ അങ്ങനെ ക്ലിയർ ചെയ്ത് പോരാണ്. മറ്റെന്ന് പറഞ്ഞിട്ട് ചില സൈറ്റിലൊക്കെ സ്പാം പൊന്തിക്കുക കയറ് കെട്ടിയിട്ടാണ് സ്പാം പൊന്തിക്കുക. അടിയിൽ രണ്ടാൾ വേറെ വേണം, മുകളിൽ രണ്ടാൾ വേണം. അതിൻ്റെയൊക്കെ വലിയ റിസ്ക്കാണ്. പണിയും നടക്കില്ല, ഒന്നും നടക്കില്ല. ഇതൊരു കോണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധനം പൊന്തിച്ചാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, നല്ല സുഖമാണ്. പെട്ടെന്ന് പണി തീരും ചെയ്യും. ഓരോരുത്തർക്ക് ഓരോ പണി എടുക്കുകയും ചെയ്യുക. നമ്മളെ സമയത്ത് നമ്മൾ പുറേ പോകാനാകുമ്പോൾ പണികൾ കറക്റ്റ് തീരും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് വെറുതെ നമ്മൾ തിരിഞ്ഞ് കളിച്ച് 2-3 മണി ആക്കാലുണ്ട്. 3 മണി വെച്ചിട്ട് ആയില്ല, വെറുതെ തീയും. അതിലർത്ഥമല്ല. അപ്പോൾ ഓരോ പണിക്കും ഓരോ പണി തന്നെ റൂട്ടിൽ നമ്മൾ പണിയെടുത്താൽ നമുക്ക് ഒരുപാട് മെച്ചങ്ങളും ഒരുപാട് ലാഭങ്ങളും ഒരുപാട് ടൈം ലാഭങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവിടെ കണ്ടോ, കറക്റ്റ് ചുമരുമ്പോൾ നിങ്ങോട്ട് 1 മീറ്ററാണ് നമ്മൾ വിട്ടത്. ആ 1 മീറ്റർ വിട്ടുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ കയറ്റിയത്. അപ്പോൾ ഇവിടെ കുറഞ്ഞ സ്പാൻ്റെ ഒക്കെ ഷോർട്ട് ഉണ്ടായിട്ട് നമ്മളിവിടെ സിറ്റ് ഔട്ട് താത്തി വർത്തി. അപ്പോൾ സിറ്റ് ഔട്ട് മെല്ലെ നമ്മൾ പൊളിച്ചും കണ്ട് ഈ സ്പാനും വേണം ബാക്കി അതിൻ്റെ മുകളിലേക്ക് ഇടാൻ. കുറച്ച് സ്പാൻ്റെ ഷോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ ഈ സ്പാൻ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റും കിട്ടും, ഒക്കെ കിട്ടും. ഇതൊന്നും ഇപ്പോൾ 12ാമത്തെ ദിവസമാണ്, ഒരു കുഴപ്പമില്ല. 12ാമത്തെ ദിവസം പൊളിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിനു മുമ്പ് ചില ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. 15 ദിവസം കഴിഞ്ഞിട്ടല്ലേ സ്ലാബ് പൊളിക്കൽ, 15 ദിവസത്തിന് മുമ്പ് സ്ലാബ് പൊളിക്കാൻ കഴിയുമോ? ഇങ്ങനെ പല അഭിപ്രായങ്ങളും പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പം 15 ദിവസം ആവാൻ കാത്തിക്കില്ല, 12 ദിവസം കഴിഞ്ഞാൽ പിന്നെ പൊളിയാൻ തുടങ്ങും. 12, 13, 14 ദിവസം ഞാൻ പൊളിക്കാൻ തുടങ്ങും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, വയസ്സായ പഴക്കമുള്ള ആൾക്കാർ ചോദിക്കും, പണ്ടൊക്കെ 15 ദിവസമല്ലേ കണക്ക്, ഇപ്പം എന്താ നേരത്തെ പൊളിക്കണം ചോദിക്കും. ആണ്, പണ്ടും ഇന്നും മാറ്റണ്ട്. അതെന്താ മാറ്റം? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പലകയാണ് ഉണ്ടാല്. അന്ന് ഷീറ്റല്ലല്ലോ, അന്ന് പലക ഉണ്ടാല്. ഇന്ന് പലകല്ല, ഇന്ന് ഷീറ്റാണ്. ഈ ഷീറ്റും പലകയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഈ ഷീറ്റിനെ സംബന്ധിച്ച് ഈ പലക ആകുമ്പോൾ വെള്ളം കുറേ പലക കുടിക്കും. അതില്ലല്ലോ. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെന്ത് റെഡിയായി തന്നെ ചെയ്യുക, ചുരുക്കി പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ഷീറ്റ് ആയ ശേഷം നമ്മൾ 12 ദിവസത്തിന് പൊളിക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ വെറുതെ 15 ദിവസം ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ 15 ദിവസമൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കാൻ ടൈം കഴിഞ്ഞാൽ ഈ സ്ലാബിൻ്റെ മുകളിൽ ഷീറ്റ് ഒട്ടിക്കിടക്കും. ഷീറ്റ് കിട്ടാൻ ഭയങ്കര റിസ്ക്കുമാണ്. ഇതിപ്പോൾ ഒരു പൂലിൽ തന്നെ ആ നനവ് തന്നെ നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ സ്ലാബിന് നല്ലൊരു വൃത്തി ഉണ്ടാവും, പൊളിക്കാനും സുഖമാണ്, ഒക്കെ സുഖമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ സ്പാന് മുഴുവൻ കംപ്ലീറ്റ് പൊളിച്ചും കണ്ട് ഇപ്പോൾ നമ്മൾ സ്പാൻ ഇട്ട് സ്പാനിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? മുകളിലോട്ട് കയറ്റാണ്. ഈ മുകളിൽ സ്പാൻ കയറ്റുന്ന സമയത്ത് നമ്മളിന്ന് ഇവിടെ 6 ആൾക്കാർ പണിക്കുന്നുണ്ട്. ഈ 6 ആൾക്കാരും പല പണികളാണ് ഓരോ ആൾക്കാരും എടുക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ തിരിയുന്നില്ല. ഇന്നിപ്പോൾ ഏകദേശം ഒരു 95% ഇതിൻ്റെ വർക്ക് നമ്മൾ തീർക്കും. അന്ന് തീർത്തിട്ട് നമ്മൾ പോകുള്ളൂ. ആണ് ഈ സ്പാനിൻ്റെ മുകളിൽ സ്പാൻ ഇട്ട കണ്ടോ, അതാണ് ആ നാക്ക്. കാരണം നമ്മൾ ഷീറ്റ് വിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ നാക്ക് കാരണം അവിടെ നമ്മൾ ഒരു കമ്പിൻ്റെ ATMൻ്റെ കമ്പി, നീളുള്ള കമ്പിയിൽ പീസ് കമ്പി ഇട്ട് കൊടുക്കുക. ഇന്നൊരു ഷീറ്റ് നിരത്തുക. അങ്ങനെ ഷീറ്റ് നിരത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ തട്ടും ഈ തട്ടും കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ ഒരു പ്രശ്നം അവിടെ വരും. ഇതിങ്ങനെ ആവേണ്ട എന്താ പറയുക, നമുക്ക് അവിടെ ഒരു സ്പാൻ കൊണ്ട് എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞിട്ടി. അപ്പോൾ ആ സ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ആ നാക്കാനും നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിൽ ചെയ്യുന്ന സമയത്ത് താത്തി വെക്കണം. അപ്പോഴേ നമുക്ക് ടോപ്പ് കറക്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് കറക്റ്റ് ആവില്ല.
അത് നമ്മൾ വാട്ടർ ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഇത് ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് ചെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാൻ വെക്കുന്നത്. കല്ല് ചെത്തി സ്പാൻ വെക്കുന്ന സമയത്ത് കണ്ട ഈ ചെത്തിയ ഭാഗം കറക്റ്റ് ലോക്കാക്കി വെക്കണം. എന്നാലെന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പോകുന്നില്ല, എങ്കിലും തള്ളിപ്പോണ പ്രശ്നം വരികയാണെങ്കിൽ അത് തള്ളാണ്ട് നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കട്ടടിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ഥിതി. അപ്പോൾ ഏകദേശം നമ്മൾ ഫുള്ള് പണികൾ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ് ഒരു 80% പണി നമ്മൾ ഇന്ന് തീർന്ന്. ഇനി കുറഞ്ഞൊരു ഭാഗം കൂടി, നാളെ ഒരു 3 ആൾ വന്നിങ്ങാട്ട് ഓയിലടിക്കുക, കുമ്മായ ഇടുക, ഒരു 5-6 സ്പാൻ്റെ ഷോട്ട് കൂടി ഉണ്ട്. ആ 5-6 സ്പാൻ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം എന്താവും, ഇതിൻ്റെ പണിയെടുത്ത് തീരും. അത്ര പണി വരുള്ളൂ. ഇത് ചില സ്ഥലത്തൊക്കെ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ജാക്കി വെച്ചിങ്ങാണ്ട് ആദ്യമൊക്കെ അങ്ങനെ ചെയ്യൽ കേട്ടോ. ജാക്കി വെച്ചിങ്ങാണ്ട് ഇപ്പോൾ ഒരു പല കെട്ടിങ്ങാണ്ട് കൊടുക്കുക ചെയ്യല്. ഇതാകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്, റിസ്ക്കുകളില്ല, പെട്ടെന്ന് പണി തീരും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പാനിൻ്റെ ലോഡ് മുഴുവൻ ഈ സ്പാനാണ് എടുക്കുന്നത്. പിന്നെ കോൺക്രീറ്റിൻ്റെ ലോഡും, അപ്പോൾ കണ്ടമാനം ലോഡ് വരാനുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിയായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പാനിൻ്റെ അടിയിൽ നമ്മൾ 2 ജാക്കറ്റ് വെച്ച് കൊടുക്കണം നിർബന്ധമായിട്ട്. സംഗതി സെൻറ്ററിൽ ഒരു ജാക്കി വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ബീമും ഒരു മൊത്തത്തിൽ ഒരു ലോഡായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് 2 ജാക്കി വെച്ച് കൊടുത്താണ്ടല്ലോ നല്ല ഒരു പ്രശ്നം ഒരു പ്രയാസം ഇല്ലാണ്ട് വൃത്തിയിൽ കിട്ടും. മറ്റ് നമ്മൾ കല്ലിൻ്റെ മുകളിൽ കയറ്റിയിട്ടതാണ്. പക്ഷേ ഈ ലോഡ് വരുന്ന സമയത്ത് കല്ലെങ്ങാൻ മോശപ്പെട്ട കല്ലാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ സമയത്ത് നനച്ച് കൊടുക്കുമ്പോഴൊക്കെ കല്ല് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ജാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പാന് ഇരിക്കില്ല. ഒരു ജാക്കി നമ്മൾ വെച്ച് കൊടുത്താൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജാക്കിയ സൈഡ് എങ്ങനെ പൊട്ടിങ്ങാട്ട് എങ്ങനെ തൂങ്ങിയാൽ മൊത്തം ചുള്ളിയും പടിയും കളിക്കും, ഒരു ഭാഗം പൊന്തിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനാണ് അതിന് 2 ജാക്കി വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്പാനൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാ സ്പാനിൻ്റെ അടിയിൽ നമ്മൾ ഓരോ മുട്ടോ പൈപ്പ് കുത്ത് വെറുതെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ മൂലയിലുള്ള സ്പാൻ ഉണ്ട്. ഈ മൂലയിലുള്ള സ്പാനിൻ്റെ അടിയിൽ നമ്മൾ ഒന്നും വെക്കണ്ട, അത് ഫ്രീ ആയിട്ട് നിന്നോട്ടെ, അതിന് വല്ലാണ്ട് ലോഡ് വരാണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്പാനും ഒരു പൈപ്പ് കുത്ത് വെക്കുന്നത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല. അത് നമുക്ക് ധൈര്യമാണ്. കാരണം കോൺക്രീറ്റ് ബംഗാളീസ് കൊണ്ടുവന്നായിട്ട് ഇടുന്ന സമയത്ത് ജർക്കിങ് ആയിട്ട് ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എന്താണ് സ്പാൻ വെക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ സ്പാനൊന്ന് കൊണ്ടുവന്ന സ്പാന് തീർന്നു പോയി. നാളെ ഇനി വരുമ്പോൾ ഈ ഒരു ഏരിയയിലുള്ള സ്പാന് കുറഞ്ഞ ഷീറ്റിൻ്റെ ഷോർട്ട് ഉണ്ട്. ആ ഒരു പണി നമ്മുടെ ബാക്കിയുള്ള കംപ്ലീറ്റ് പണി അവിടെ തീർന്നിട്ട് ഫുള്ള് സൈഡ് വെച്ച് സൈഡ് അടിച്ച് ഫുള്ള് തീർത്തതാണ്. ഈ ഒരു ഭാഗം ഇനി നമുക്ക് കുറഞ്ഞതാണ് ഈ ഒരു ബാക്കിൽ മാത്രം 2 ഷീറ്റ് വെക്കാണ്ട് തള്ള് 2 ബാക്കിയുള്ള പിന്നെ ഡമ്മിസ്ലായി വരാനുള്ളതാണ്. അല്ലെങ്കിൽ ഇതേമാതിരി ഇവിടെ ഒരു 3 സ്പാൻ വെച്ച് ഷീറ്റ് നെറ്റാൽ നമ്മളെ പണി തീർന്നു. ഇപ്പം നാളെ ഓയിലടിക്കുക, കുമ്മായ ഇടുക, അങ്ങനെ തട്ട് വൃത്തിയാക്കുന്ന പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഓരോരുത്തരും ഓരോ പണിയും കാര്യങ്ങളും എടുത്തു നമ്മളെ സമയം 3 മണിയാകുമ്പോൾ ഏകദേശം നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ തീർത്ത് നമുക്ക് കറക്റ്റ് നമ്മളെ വീട്ടിലേക്ക് പോകാനായി. നമ്മൾ വെറുതെ എല്ലാവരും കൂടി വന്നിങ്ങാട്ട് ഒരുപാട് ആൾക്കാർ സൈറ്റിൽ പോകണം തന്നെ ചെയ്യണം. ശരിക്കും 4 ആൾ കൂടുതൽ സൈറ്റിൽ പോകാൻ പാടില്ല. ഇതിനെ പെട്ടെന്ന് തീർന്നോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, താങ്ക് യു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് ബൈ.